പരസ്പര വഞ്ചന, നാലാമതായി വിഗ്രഹാരാധന, അഞ്ചാമതായിട്ട് അധാർമിക ജീവിതം, ആറാമത്തേത് അജ്ഞത, ഏഴാമത്തേത് ജനത്തിൻ്റെ നന്ദി ഇല്ലായ്മ. ഇനി ഇതിന് ദൈവം കുറ്റക്കാരായി കണ്ടെത്തുന്നത് പ്രധാനമായും 4 കൂട്ടരെയാണ്. അപ്പോൾ ആ 4 കൂട്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ക്രമം ഇങ്ങനെയാണ്. പുരോഹിതന്മാർ ആദ്യത്തെ ആരോപണം പുരോഹിതന്മാർക്കെതിരെയാണ്. രണ്ടാമത്തേത് പ്രവാചകന്മാർക്കെതിരെയാണ്. മൂന്നാമത്തേത് രാജാക്കന്മാർക്കും ജനനേതാക്കന്മാർക്കുമെതിരെ. നാലാമത്തേത് ഈ ലാഭക്കുതിയന്മാരായ ജനത്തിന് എതിരെ. ജനത്തെ മുഴുവൻ പൊതുവായി ഹോസിയ അവരിൽ കണ്ടെത്തുന്ന ഒരു കുറ്റം ഈ ലാഭക്കുതി, നേട്ടങ്ങൾ കൈവശപ്പെടുത്താനുള്ള ആഗ്രഹം. ഇനി ഈ ഒരു അവിശ്വസ്തതയുടെ ഫലമായി ഇസ്രായേൽ അനുഭവിക്കാൻ പോകുന്നു എന്ന് ദൈവം പറയുന്ന ദണ്ഡനം, ശിക്ഷാവിധി, ദൈവഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഓരോ വരിയിലും ആ വേദന കാണാൻ പറ്റും. ആ ദൈവം വരാൻ പോകുന്ന ശിക്ഷാവിധിയെ ഓർത്ത് വേദനിക്കുകയാണ്.